സ്നേഹമുള്ളവരെ, മുൻപതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം കൊടകര സെൻറ് ജോസഫ് ഭവന ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ, ഊട്ടുതിരുനാൾ ഏറ്റവും മനോഹരമായും വലിയ തോതിലും നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. 15,000-നും 25,000-നും ഇടയിൽ ഭക്തജനങ്ങൾ ഊട്ടിൽ പങ്കെടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻവർഷത്തേക്കാൾ വലിയ പന്തലും സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പിതാവ് എന്ന് വിശേഷിപ്പിക്കുമെങ്കിലും തൊഴിലാളികൾ മാത്രമല്ല, തൊഴിൽ ദാതാക്കളും വിശുദ്ധന്റെ മാധ്യസ്ഥം തേടുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഏറെയാണ്. നാടിൻ്റെ പുരോഗതിക്ക് തൊഴിലും തൊഴിലാളികളും തൊഴിൽദായകരും ഒരുപോലെ പ്രാധാന്യമുള്ളവരാണ്. ഒപ്പം അധ്വാനത്തിൻ്റെ മഹത്വം, ഏത് തൊഴിലാണെങ്കിലും ആ അധ്വാനത്തിൻ്റെ മഹത്വം വിളിച്ചോതിയ വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഔസേപ്പിതാവിൻ്റെ തിരുനാൾ കൊടിയേറ്റം ഏപ്രിൽ മാസം 27-ാം തീയതി, നാളെ ബുധനാഴ്ച, കല്ലൂർ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട തോമസ് കൂട്ടാലെ അച്ഛൻ കൊടി ഉയർത്തുന്നതോടെ ആരംഭിക്കുകയാണ്. മെയ് 8-ാം തീയതി തിരുനാൾ ദിവസമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തിരുനാളിൽ ഒഴിച്ചുകൂടാനാകാത്തതും ഏറ്റവും പ്രാധാന്യമുള്ളതാണ് വിശുദ്ധ കുർബാന. വരുന്ന എല്ലാ വിശ്വാസികൾക്കും വിശുദ്ധന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് സൗകര്യം ചെയ്ത് 7 മണിക്കും 8 മണിക്കും 9 മണിക്കും 10 മണിക്കും 11:30 മണിക്കും ഉച്ച കഴിഞ്ഞ് 3:30 മണിക്കും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. 10 മണിക്കുള്ള കുർബാന തിരുനാൾ പാട്ട് കുർബാനയായിട്ടാണ് നടത്തപ്പെടുക. അതിന് പ്രധാന കാർമ്മികത്വം വഹിക്കുക ഇടവകയിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട ലിജോ കോഴിപ്പാടനച്ഛനാണ്. അച്ഛൻ്റെ തിരുപ്പട്ടദാന കർമ്മം മെയ് മാസം 4-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 മണിക്ക് നടത്തപ്പെടുന്നു. അദ്ദേഹം സാഗർ രൂപതയിൽ, മധ്യപ്രദേശിലെ സാഗർ രൂപതയിൽ സേവനമനുഷ്ഠിക്കാനായിട്ട് നിയുക്തനാണ്. ആ രൂപതയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് തിരുപ്പട്ടം നൽകുക സാഗർ രൂപതയുടെ മെത്രാനായിരിക്കുന്ന മാർ ആന്റണി ചെറിയത്ത് പിതാവാണ്. തിരുനാൾ ദിവസം 10 മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം ഉച്ച കഴിഞ്ഞ് 3:30 മണിക്ക് സെന്റ് ജോസഫ് ഫാമിലി കുർബാന എന്ന പേരിൽ ഇടവക സമൂഹത്തിനായി ഇടവക സമൂഹത്തിന്റെ വിശുദ്ധ ബലി എന്ന പേരിൽ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നു. അതിനെ തുടർന്ന് മനോഹരമായ ഭക്തിദ്യോതകമായ തിരുനാൾ പ്രദക്ഷിണവും നടത്തപ്പെടുന്നു. തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം ആകാശ വിരുന്ന് എന്ന പേരിൽ വെടിക്കെട്ടും ഉണ്ടായിരിക്കുന്നതാണ്. തിരുനാളിൻ്റെ ക്ഷണക്കത്ത് അധികമായൊരു പതിവുണ്ടല്ലോ, ക്ഷണിക്കുക എന്ന് പറയുന്നത് അറിയാവുന്നതാണെങ്കിൽ തിരുപ്പട്ടം സ്വന്തമായിട്ട് കണ്ടുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകമായിട്ട് തരുന്നു. 4-ാം തീയതി ഉച്ച കഴിഞ്ഞ്